ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പലർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണത്. ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ മനസ്സിലും അയാളുടെ ബ്രെയിനിലും എന്താണ് സംഭവിക്കുന്നത്? ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് അയാൾ ഹിപ്നോട്ടിസ്റ്റ് പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ അനുസരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഹിപ്നോസിസിൽ നൽകുന്ന സജഷനുകൾ ഒരാളുടെ ബിഹേവിയറിനെ പൂർണ്ണമായും മാറ്റുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ഹിപ്നോസിസിൽ സംഭവിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ഹിപ്നോസിസിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മനുഷ്യന്റെ മനസ്സിന് രണ്ട് തലങ്ങളാണുള്ളത്. സയന്റിഫിക് പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ ഷോർട്ട് ടൈം മെമ്മറി എന്നും ലോങ് ടൈം മെമ്മറി എന്നും, സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് എന്നും സബ് കോൺഷ്യസ് മൈൻഡ് എന്നും ഇതറിയപ്പെടുന്നു. ഷോർട്ട് ടൈം മെമ്മറി അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നതും ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുന്നതും ഇതിൽ ഏതെല്ലാം ആക്സെപ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും എല്ലാം കോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുവരെയും ലഭിച്ച അറിവുകൾ, തിരിച്ചറിവുകൾ, എക്സ്പീരിയൻസുകൾ, അതുകൂടാതെ നമുക്ക് ജന്മനാ ലഭിച്ച ജനറ്റിക് കോഡിംഗ്, ഇതെല്ലാം സേവ് ചെയ്തിരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ലോങ് ടൈം മെമ്മറിയിലാണ്. ലോങ് ടൈം മെമ്മറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോങ് ടൈം മെമ്മറിയിൽ എത്തിച്ചേരുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യമായി സേവ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അഥവാ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിച്ചേരുന്ന എല്ലാ കാര്യങ്ങളും അത് പൂർണ്ണമായും വിശ്വസിച്ച് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിച്ചേരുന്ന പുതിയ ഇൻഫർമേഷൻ അത് വിശ്വസിക്കുന്നതിന് മുൻപ്, ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു സെറ്റ് ഓഫ് ഫിൽറ്റേഴ്സിലൂടെ അത് കടത്തിവിടും. ഈ ഒരു പ്രോസസ്സിനെയാണ് ക്രിട്ടിക്കൽ മൈൻഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങളത് നിങ്ങളുടെ ലോങ് ടൈം മെമ്മറിയിൽ സേവ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ, അത് ലോങ് ടൈം മെമ്മറിയിൽ സേവ് ചെയ്യപ്പെടുന്നതിന് മുൻപായി നിങ്ങൾ തന്നെ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഈ വ്യക്തി പറയുന്നതെല്ലാം എനിക്ക് വിശ്വസിക്കാമോ? വാട്ട് ഈസ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ സോഴ്സ് ഓഫ് ദീസ് ഇൻഫർമേഷൻ? മാത്രമല്ല, ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണോ? എങ്കിലല്ലേ ഞാനത് സേവ് ചെയ്യേണ്ടൂ. ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുമായി ചേർന്ന് പോകുന്നുണ്ടോ? ഇഫ് ദ ഇൻഫർമേഷൻ വിച്ച് ഐ ആം റിസീവിംഗ് ഈസ് കോൺട്രഡിക്ടറി ടു മൈ എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ, ഐ വിൽ നോട്ട് ടേക്ക് ദിസ് ന്യൂ ഇൻഫർമേഷൻ. എനിക്കിപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് അറിയാവുന്ന ഇൻഫർമേഷനുമായി ചേർന്ന് പോകുന്നതല്ല പുതിയ ഇൻഫർമേഷൻ എങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. ഈ ഒരു പുതിയ ഇൻഫർമേഷൻ എൻ്റെ ബിലീഫ് സിസ്റ്റവുമായി ചേർന്ന് പോകുന്നതാണോ? ഇങ്ങനെ ഓരോ പുതിയ ഇൻഫർമേഷൻ ലഭിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യങ്ങൾക്കെല്ലാം തൃപ്തികരമായ ഉത്തരം ലഭിച്ചാൽ മാത്രമേ ആ പുതിയ ഇൻഫർമേഷൻ നമ്മൾ നമ്മളുടെ ലോങ് ടൈം മെമ്മറിയിൽ സേവ് ചെയ്യുകയുള്ളൂ. അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് വിശ്വസിക്കുകയുള്ളൂ. ഇവിടെയാണ് ഹിപ്നോസിസ് വർക്ക് ചെയ്യുന്നത്. ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അയാളുടെ ക്രിട്ടിക്കൽ മൈൻഡിനെ പൂർണ്ണമായും ഡീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതോടുകൂടി ഹിപ്നോട്ടിസ്റ്റ് പറയുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചൊരു ചോദ്യവും ചോദിക്കാതെ ആ വ്യക്തി പൂർണ്ണമായും ആക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഹിപ്നോസിസിൽ ഹിപ്നോട്ടിസ്റ്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും സബ്ജക്റ്റ് അതുപോലെ തന്നെ സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഹിപ്നോസിസിനെ കുറിച്ച് രസകരമായ മറ്റൊരു വിവരവുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഹിപ്നോസിസിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ആ സംശയങ്ങൾ 8113982823 എന്ന നമ്പറിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് മെസ്സേജായോ വാട്സാപ്പ് ചെയ്യുക. ഇനി വരുന്ന ഒരു വീഡിയോയിൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വൺസ് അഗൈൻ, നന്ദി, നമസ്കാരം.